കൺസ്ട്രക്ഷൻ ബിസിനസ് വളർത്താൻ വേണ്ടിയിട്ട് സ്റ്റാഫിൻ്റെ പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് സിസ്റ്റംസ്, അതേപോലെ തന്നെ അപ്ലിക്കേഷൻസ്. ഓക്കെ, ഒരു കൺസ്ട്രക്ഷൻ ബിസിനസ്സിൽ ഏതൊക്കെ തരത്തിലുള്ള ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു റോഡ് മാപ്പ് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. ഞാൻ അബ്ദുൽ സമദ്. കൺസ്ട്രക്ഷൻ ബിസിനസ്സിന് വേണ്ടി വെബ്സൈറ്റുകളും അതേപോലെ തന്നെ വെബ് ആപ്ലിക്കേഷൻസും ബിൽഡ് ചെയ്തുകൊണ്ട് ഓട്ടോമേഷൻ വർക്കുകളൊക്കെ കുറച്ച് ഈസി ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു. പല കൺസ്ട്രക്ഷൻ കമ്പനിയും ഒരു സ്റ്റേജിലെത്തുണ്ടാവും. അപ്പം ആ സ്റ്റേജിൽ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയാണ് പ്രൊജക്റ്റ് ഉള്ളത്, എങ്ങനെയാണ് ലീഡ്സുകൾ വരുന്നത്, അല്ലെങ്കിൽ പ്രൊജക്റ്റ് എങ്ങനെയാണ് ട്രാക്ക് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ക്ലയൻസിനായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നടത്തേണ്ടത്, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരു സ്ഥലത്തും ആക്ച്വലി ഇവിടെയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഒരു സിസ്റ്റം വേണ്ടി വരാം. അറ്റ് വെരി പോയിന്റിലൊന്നും നമുക്ക് സ്റ്റാർട്ടിങ് പോയിന്റിലൊന്നും ശരിക്കും നമുക്ക് സിസ്റ്റം ഒരു പക്ഷേ വേണ്ടി വരില്ല. പക്ഷേ ബേസിക് ആയിട്ടുള്ള സിസ്റ്റങ്ങളും പിന്നെ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം. അതല്ലാതെ ഇങ്ങനത്തെ ഒരു പോയിന്റ് എത്തുമ്പോഴാണ് ശരിക്കും നമുക്ക് ഒരു പിന്നെ ഓരോ സെപ്പറേറ്റ് സിസ്റ്റംസ്, നമുക്ക് ഓട്ടോമേഷൻ സിസ്റ്റംസ് ഒക്കെ ബിൽഡ് ചെയ്ത് തുടങ്ങുന്നത് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ അതിൽ ആദ്യത്തെ സ്റ്റേജ്, ഒന്നാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ പ്രസൻസ് ആണ്. അപ്പോൾ ഡിജിറ്റൽ പ്രസൻസിന് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം? ഒന്ന്, നമുക്ക് നല്ലൊരു വെബ്സൈറ്റ് വേണം. പിന്നെ ആളുകൾ ഗൂഗിളിൽ നമ്മളെ സെർച്ച് ചെയ്യുമ്പോൾ നമ്മളെ കിട്ടണം. പിന്നെ കൃത്യമായിട്ടുള്ള ഒരു പോർട്ട്ഫോളിയോ നമ്മൾ തയ്യാറാക്കണം. ആളുകൾക്ക് അത് നോക്കുമ്പോൾ നമ്മളുടെ വർക്ക്, നമ്മൾ കൊടുക്കുന്ന സർവീസ്, ആ ഡീറ്റെയിൽസ് ഒക്കെ കാര്യങ്ങൾക്ക് ഓൺലൈനിൽ തന്നെ കിട്ടണം. ഇതാണ് ഡിജിറ്റൽ പ്രസൻസിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ ഇതിനായിട്ട് ചെയ്യേണ്ടത് ഫസ്റ്റ് തന്നെ നല്ല പ്രോപ്പർ ഒരു വെബ്സൈറ്റ് ചെയ്യണം. വെബ്സൈറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ലോഗോ വേണം, കളർ വേണം, ബ്രാൻഡിങ് സാധനങ്ങളും അതിന് മുന്നായിട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് വെബ്സൈറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റിംഗ് സൈഡിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ ബേസിക് ആയിട്ടുള്ള സാധനം പറയുകയാണെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പിന്നെ ഗൂഗിൾ മാപ്പിൽ നമ്മൾ പ്രൊഫൈൽ ആഡ് ചെയ്യണം. അതേപോലെ തന്നെ അതിനെ ഒപ്റ്റിമൈസ് ചെയ്യണം. പിന്നെ ചെറിയ രീതിയിലുള്ള SEO സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം. ഓക്കെ, പിന്നെ നമ്മളെ കയ്യിൽ പോർട്ട്ഫോളിയോ കൃത്യമായിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള പോർട്ട്ഫോളിയോ ഉണ്ടാവണം. അതിൻ്റെ PDF കാര്യങ്ങൾ, മെറ്റീരിയൽസ് ഒക്കെ നമ്മളെ കയ്യിൽ കൃത്യമായിട്ട് ഉണ്ടാവണം. ഈ ആദ്യത്തെ സ്റ്റെപ്പിലാണ് നമ്മൾ വിസിബിലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നത്. ഇവിടെ നിന്നാണ് ആൾക്കാർ നമ്മളെ കണ്ടെത്താൻ പോകും, നമ്മളെ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഇങ്ങനെ ഒരു ബിൽഡർ ഉണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കൺസ്ട്രക്ഷൻ ടീം ഉണ്ട്, അവർ ഇങ്ങനെ സർവീസുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നുള്ള ആളുകൾ, നമ്മളെ സ്ട്രേഞ്ചേഴ്സ് ആണല്ലോ നമുക്ക് കുറച്ചും കൂടി ബെറ്റർ സർവീസുകൾ കിട്ടേണ്ടത്. അപ്പം അങ്ങനത്തെ ആളുകൾ അണ്ടർസ്റ്റാൻഡ് ചെയ്തത് ഈ ഒരു പോയിന്റ് ഓഫ് പ്ലേസിൽ നിന്നാണ്. അപ്പം ഈ സ്ഥലങ്ങൾ കൃത്യമായിട്ട് നല്ല അപ്ഡേറ്റഡ് ആയിട്ട് മെയിൻറ്റൈൻഡ് ആയിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇനി രണ്ടാമത്തെ സ്റ്റേജാണ്. രണ്ടാമത്തെ സ്റ്റേജിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വെബ്സൈറ്റ് ഉണ്ട്, ഡിജിറ്റൽ പ്രസൻസ് ഉണ്ട്, ബ്രോഷർ ഉണ്ട്, അതേപോലെ തന്നെ നമ്മളെ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. ഇതുകൊണ്ട് മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ലീഡ്സ് കൺവേർട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഇല്ല. ഓക്കെ, നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ആളുകൾ വിസിറ്റേഴ്സ് ആയിട്ടാണ് വരിക. അപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കണ്ടു, ആളുകൾ വിസിറ്റേഴ്സ് ആയിട്ട് നമ്മളെ വെബ്സൈറ്റിൽ വിസിറ്റേഴ്സ് ആയിട്ടാണ് വരുന്നത്. അല്ലെങ്കിൽ നമ്മളെ ബ്രോഷർ ഡൗൺലോഡ് ചെയ്ത് അവർ കാണുന്നുണ്ട്, ദേ അണ്ടർസ്റ്റുഡ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, അവർ നമ്മളെ എൻക്വയറി ആണ്, അവരുടെ വിസിറ്റേഴ്സ് മാറിയിട്ട് നമ്മളെ ലീഡ്സ് എന്നുള്ള ഒരു പൊസിഷനിലോട്ട് അവരെത്തണം. അപ്പം ആ ഒരു കാര്യത്തിന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വെബ്സൈറ്റ് പ്രോപ്പർ ആണോ എന്നുള്ളത് നോക്കണം. വെബ്സൈറ്റിൽ നമുക്ക് ലീഡ് ഫോം കൃത്യമായിട്ട് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കണം. അതേപോലെ തന്നെ ഈ കോൾ ടു ആക്ഷൻ CTA എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, മുന്നത്തെ വീഡിയോയിലൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ CTA പ്രോപ്പർ ആയിരിക്കണം. പിന്നെ അവർക്ക് കൃത്യമായിട്ട് നമ്മളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് വാട്സപ്പ് ബട്ടൺ വളരെ ഈസി ആയിട്ടുള്ള രീതിയിൽ ഇപ്പോൾ താഴെ ഫിക്സ് ചെയ്തൊക്കെ വെക്കണമെങ്കിൽ നല്ല ഈസി ആയിട്ടുള്ള മെത്തേഡുകളാണ്. അപ്പോൾ എന്താണോ ആ ഒരു രീതി അത് നമ്മൾ അവലംബിപ്പിക്കണം. നമ്മളെ വെബ്സൈറ്റിൽ അത് കൃത്യമായിട്ട് ഉണ്ടാവണം. ഇത്രയും കാര്യം ചെയ്ത് കഴിഞ്ഞാൽ ആ വെബ്സൈറ്റിൽ നിന്നും നമുക്ക് ലീഡ്സുകൾ വരാൻ തുടങ്ങും, ആളുകൾ നമ്മളെ കോൺടാക്ട് ചെയ്യാൻ തുടങ്ങും. ഇനി സ്റ്റേജ് 3 ആണ്. നമുക്ക് ആളുകൾ എൻക്വയറീസ് തന്നു തുടങ്ങി കേട്ടോ. വിസിറ്റേഴ്സിൻ്റെ കഴിഞ്ഞു, പിന്നെ അവർ നമുക്ക് എൻക്വയറി തന്നു തുടങ്ങി, നമ്മൾ ആളുകൾ നമ്മളെ കണക്ട് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, കണക്ട് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാലുള്ള വിഷയം എന്താ വെച്ചാൽ നമ്മൾ പല സമയത്തും ഈ ലീഡ്സുകളെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റാതെ വരാറുണ്ട്. അപ്പോൾ അതിനാണ് നമ്മളൊരു പ്രോപ്പർ നല്ലൊരു CRM യൂസ് ചെയ്യേണ്ടത്. വലിയ ഹൈലി സ്കെയിലബിൾ ആയിട്ടുള്ള ഭയങ്കര സെറ്റപ്പൊക്കെ ഉള്ള CRM അല്ല കേട്ടോ ഞാൻ പറയുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ വരുന്ന ലീഡ്സിനെ കൃത്യമായിട്ട് മാനേജ് ചെയ്യാനും ട്രാക്ക് ചെയ്യാനും സാധിക്കുന്ന രീതിയിലുള്ള ഒരു സോഫ്റ്റ്വെയർ സിസ്റ്റമാണ് അവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം ആ ഒരു CRM-ത്തിൽ എന്തൊക്കെ ഉണ്ടാവും, നമുക്ക് ലീഡ്സിനെ ആഡ് ചെയ്യാനും അവരെ ഫോളോ അപ്പ് ചെയ്യാനും അവരെ നോട്ട്സുകളൊക്കെ എൻ്റർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ്, വളരെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് മാത്രം മതിയാവും. വലിയ കോംപ്ലക്സ് ആയിട്ടുള്ള സിസ്റ്റത്തിനെ കുറിച്ചൊന്നും ഇപ്പോൾ ബിൽഡ് ചെയ്യുക അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യുന്നൊന്നും ആവശ്യം ഉണ്ടാവില്ല. ഇതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ, ഈ CRM-ൻ്റെ ഉദ്ദേശം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു ലീഡ് അല്ലെങ്കിൽ ഒരു എൻക്വയറി നമുക്ക് വന്നു കഴിഞ്ഞാൽ അത് നമ്മളെ കയ്യിൽ നിന്ന് മിസ്സായി പോകരുത്.
അറിയാലോ, പെട്ടെന്ന് തന്നെ നമുക്ക് അവരെ കോൺടാക്ട് ചെയ്യാൻ പറ്റണം, അവരായിട്ടുള്ള റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ പറ്റണം, അവർ ചോദിച്ച ഡീറ്റെയിൽസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റണം. ഏത് സമയത്താണ് ആ ഒരു മീറ്റിംഗ് പറയുന്നത് ആ സമയത്ത് നമുക്ക് അവരെ കോൺടാക്ട് ചെയ്യാൻ സാധിക്കണം. ഇത്രയും കാര്യങ്ങളെ ട്രാക്ക് ചെയ്യാനും കൃത്യമായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു നല്ല CRM കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ബേസിക്കലി ഞാൻ ഉദ്ദേശിച്ചത് പിന്നെ ഒന്നുമില്ലാത്ത CRM അല്ല കേട്ടോ. ഇത്രയും കാര്യങ്ങൾ മിനിമം ആയിട്ട് നടക്കാൻ പറ്റുന്ന CRM ഇപ്പോൾ ഓപ്പൺ സോഴ്സ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അത് നോക്കിയാൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളൊരു ടീമിനെ കൺസൾട്ട് ചെയ്താൽ അവർ നിങ്ങൾക്ക് ഇത് സെറ്റപ്പ് ചെയ്ത് തരും. ഇനി 4ാമത്തെ സ്റ്റേജാണ് കേട്ടോ. ഈ സ്റ്റേജിൽ വരുന്നത് ഓപ്പറേഷൻസ് ആണ്. ഇപ്പം നമുക്ക് എന്തുണ്ട്, നമ്മളെ വിസിറ്റർ വന്നു, പിന്നെ ലീഡ്സിനെ നമ്മൾ മാനേജ് ചെയ്തു, നമുക്ക് വർക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഓപ്പറേഷൻസ് മാനേജ് ചെയ്യാൻ പറ്റണം. അതിന് നമുക്ക് വേണ്ടത് ടാസ്കുകൾ ട്രാക്ക് ചെയ്യാൻ പറ്റണം. നമ്മൾ കൊടുക്കുന്ന നമ്മളുടെ ടീമിന് കൊടുക്കുന്ന ടാസ്കുകൾ, വർക്കുകൾ, ഇതൊക്കെ കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, മാനേജ് ചെയ്യാൻ പറ്റണം. എവിടേക്കാണ് പോണത്, എന്താണ് ഇതിൻ്റെ സ്റ്റാറ്റസ്, വർക്ക് നടക്കുന്നുണ്ടോ ഇല്ല, ഇങ്ങനത്തെ രീതിയിലുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കണം. ഇതുപോലെ തന്നെയാണ് പ്രൊജക്റ്റിൻ്റെ അപ്ഡേറ്റ്സ്. ഈ ടാസ്കുകൾ കുറേ ടാസ്കുകൾ കൂടുമ്പോഴാണ് ഒരു പ്രൊജക്റ്റാണ്, അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റിനെ നമ്മൾ മൾട്ടിപ്പിൾ ടാസ്കുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ചില കമ്പനികൾ മൈൽ സ്റ്റോൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാറുണ്ട്, ഓരോ സെഗ്മെൻറ്റ്സുകളായിട്ട് ഡെലിവറി ചെയ്യുന്നുണ്ട്. നല്ലൊരു അപ്രോച്ചാണ്. എന്തായാലും ഒരു പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് ടൂൾ അതിൽ വേണം, കൃത്യമായിട്ട് അപ്ഡേറ്റ്സുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകാണ്ട്. ആ പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് ടൂളിൽ എന്ത് വേണം, കൃത്യമായിട്ടുള്ള ഡോക്യുമെൻറ്റേഷൻസും കൂടി ഉൾപ്പെടുത്തണം. എങ്ങനെയാണ് ഒരു ഡോക്യുമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഡോക്യുമെൻറ്റ്, ഡ്രോയിങ്സ്, കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ആ ഒരു പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് ടൂളിൻ്റെ ഉള്ളിൽ ഡിസ്കഷൻ അടക്കം അതിൽ വരുന്ന രീതിയിലായിരിക്കണം നിങ്ങൾ നോക്കേണ്ടത്. എന്നാലാണ് കൃത്യ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്ക് പോകാൻ കഴിയുള്ളൂ. ഒരു ബിസിനസ്സിൻ്റെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചറിൽ പോകണമെന്നുണ്ടെങ്കിൽ ഇത്തരം സിസ്റ്റംസ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ഇനി സ്റ്റേജ് 5 ആണ് ഓട്ടോമേഷൻ. ഈ ഓട്ടോമേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര വൈഡായിട്ടുള്ള ഒരു ഏരിയയാണ്. പക്ഷേ ഞാനതിനെ സിമ്പിളായിട്ട് പറയാണ്. എന്താണ് നമ്മുടെ ഇവിടെ ഈ സെഗ്മെൻറ്റിൽ ഞാൻ പറഞ്ഞ വീഡിയോസിൽ ഉദ്ദേശിക്കുന്ന ഓട്ടോമേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വരുന്ന റിപ്പീറ്റ് ആയിട്ട് വരുന്ന ടാസ്കുകൾ ഉണ്ടാവുമല്ലോ. ലെറ്റ്സ് സേ നമുക്കിപ്പോൾ ഒരു ക്ലയൻറ്റിന് ഒരു കൊട്ടേഷൻ അയക്കണം, അല്ലെങ്കിൽ പീരിയോഡിക്കലി നമുക്ക് ആൾക്കൊരു ഇൻവോയ്സ് അയക്കണം. നമുക്ക് പേയ്മെൻറ്റ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് സോഫ്റ്റ്വെയറിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആൾക്കൊരു റിസിപ്റ്റ് പോകണം. ഇങ്ങനത്തെ സാധനങ്ങളാണ് കേട്ടോ ഓട്ടോമേഷൻ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളൊരു കൺസ്ട്രക്ഷൻ സിസ്റ്റത്തിനെ കുറിച്ച് പറയുകയാണ്. അപ്പോൾ അതിൻ്റെ പറഞ്ഞു വരുന്നതിൽ കൂടെ ഉൾപ്പെടുത്തുന്നതാണ് ഈ ഓട്ടോമേഷൻ. അതുകൊണ്ടാണ്. ഓക്കെ, അപ്പം അതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നോട്ടിഫിക്കേഷൻ കൊടുക്കാൻ പറ്റണം. പിന്നെ അതേപോലെ തന്നെ ബിസിനസ് റിമൈൻഡേഴ്സ്, ചില കാര്യങ്ങൾ റിന്യൂവൽ ആയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്നത് ചെയ്യാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള റിമൈൻഡേഴ്സ് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റണം. പിന്നെ അതേപോലെ തന്നെ റിപ്പോർട്ട്സുകൾ ഓട്ടോമാറ്റിക്കലി പീരിയോഡിക്കലി 3 months കൂടുമ്പോൾ നമുക്ക് ക്ലയൻറ്റിന് ഒരു റിപ്പോർട്ട് ജനറേറ്റ് ചെയ്ത് കൊടുക്കണം. അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റുന്നത്, അത് നല്ലോണം ഇരുന്ന് ബിസിനസ് ഡെവലപ്പേഴ്സിനായിട്ടും പിന്നെ അതേപോലെ തന്നെ ഒക്കെ ഇരുന്ന് ചിന്തിച്ച് ആലോചിച്ചിട്ട് മാത്രം ഡെവലപ്പ് ചെയ്യേണ്ട ഒരു സംഗതിയാണ്. നമുക്കിത് ഓട്ടോമേറ്റഡ് ആക്കണോ വേണ്ടേ എന്നുള്ളത് നമുക്ക് ഡിസിഷൻ പോയിന്റിൽ വെക്കാവുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തതിന് ഒരു വെൽ ഫോംഡ് ആയിട്ടുള്ള രീതിയിലുള്ള സിസ്റ്റം ഒരു കൺസ്ട്രക്ഷൻ ബിസിനസ്സിൻ്റെ ഉള്ളിൽ റെഡി ആയിട്ട് കഴിഞ്ഞു. ഇനി ചിന്തിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്നസെൻ്റ് പറഞ്ഞ മാതിരി വെള്ളപ്പങ്ങാടിയിൽ വെള്ളപ്പം ചുട്ടെടുക്കണ പരിപാടിയല്ല. ഇറ്റ് ടേക്സ് ടൈം. അതായത് ഇതൊരു സിസ്റ്റം ബിൽഡിംഗ് ആണ്, സമയം എടുക്കും. ഡിജിറ്റൽ പ്രസൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സിസ്റ്റം നമ്മൾ കണ്ടിന്യൂസ്ലായിട്ട് കീപ്പപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മളൊരു ട്രാക്കിലേക്ക് വരുള്ളൂ. ഇതിപ്പം ഇന്ന് തന്നെ സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്തു നാളെയോ അല്ലെങ്കിൽ അടുത്ത മാസം 1-ാം തീയതിയോ ഇത് സ്റ്റാർട്ട് ചെയ്യാം, എല്ലാം ട്രാക്കിലാവും എന്നുള്ള വിചാരം വേണ്ട. ഇറ്റ് വിൽ ടേക്ക് സം ടൈം. അതായത് നമ്മൾ ആ ഒരു പ്രോസസ്സിലോട്ട് വരാനും ആളുകളെ അതിലോട്ട് പഠിപ്പിച്ചെത്തിക്കാനും അതേപോലെ തന്നെ ആളുകൾ നമ്മൾ അറിഞ്ഞ് നമ്മളെ സിസ്റ്റത്തിന് അണ്ടർസ്റ്റാൻഡ് ചെയ്ത്, ഇപ്പോൾ പുറത്തുനിന്നുള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ വെബ്സൈറ്റിന് മനസ്സിലാക്കി SEO ട്രാക്കിൽ വരാനൊക്കെ 6 months ഒക്കെ എടുക്കാറുണ്ട്. അപ്പോൾ ആ ഒരു പീരീഡൊക്കെ ടൈം നമ്മൾ ഇതിനെ കാണണം. ഈ ഒരു സമയം എടുക്കുമെന്നുള്ള നമ്മളെ മൈൻഡ് സെറ്റിൽ എപ്പോഴും വേണം. ഒരു പ്രൊഡക്റ്റ് പോലെ അത് മേടിച്ച് ഇന്ന് തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ഇതിനെ കൺസിഡർ ചെയ്യല്. ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷനാണ് ഇവിടെ നടക്കുന്നത്. സോ ഇറ്റ് വിൽ ടേക്ക് സം ടൈം എന്നുള്ളത് നമ്മളെപ്പോഴും മൈൻഡിലുണ്ടാവണം. പിന്നെ അതേപോലെ തന്നെ ഒരു ദിവസം എന്ത് ചെയ്യരുത്, പോയിട്ട് എല്ലാ സിസ്റ്റംസും ബിൽഡ് ചെയ്യേണ്ട കാര്യമില്ല. ഓരോ സിസ്റ്റംസും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട്, ഇപ്പോൾ ഈ പറഞ്ഞ
സ്റ്റെപ്പുകളുണ്ടല്ലോ, 6 സ്റ്റെപ്പുകളെ കുറിച്ച് ഞാൻ സംസാരിച്ചല്ലോ. അതിൽ ഓരോന്ന് സ്റ്റാർട്ടിങ് മുതൽ മാർക്കറ്റിംഗ് മുതൽ, അതായത് നമ്മൾ ആളുകൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് വരെ മുതൽ നമ്മളിങ്ങനെ സ്റ്റാർട്ട് ചെയ്യുക ഓരോന്ന്. ഇപ്പോൾ നമ്മളൊരു വെബ്സൈറ്റ് ഉണ്ടോ, നമ്മളൊരു ഓഡിറ്റ് നടത്താം നമ്മുടെ ഓർഗനൈസേഷനിൽ ഇത്തരത്തിലുള്ള ഡിജിറ്റൽ പിന്നെ ഓട്ടോമേഷൻ ടൂൾസുകൾ ഒക്കെ ഉണ്ടോ എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ടൊരു ഓഡിറ്റ് നടത്തി കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ ചിലപ്പോൾ വെബ്സൈറ്റ് ഉണ്ടാവില്ല, വെബ്സൈറ്റ് ഇല്ലാത്തൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുക, പിന്നെ ബ്രോഷർ ഇല്ലാത്തൊരു ബ്രോഷർ ക്രിയേറ്റ്, ബ്രാൻഡ് കിറ്റ് ഇല്ലാത്തൊരു ബ്രാൻഡ് കിറ്റ് ക്രിയേറ്റ് ചെയ്യുക. അതേപോലെ തന്നെ നെക്സ്റ്റ് വരുന്ന സോഫ്റ്റ്വെയറുകളെ കുറിച്ചൊക്കെ ഞാൻ സംസാരിച്ചല്ലോ. ഓരോ പ്രോസസ്സിലും വേണ്ട സോഫ്റ്റ്വെയറുകളും CRM ആയാലും ഒക്കെ ബേസിക് സാധനങ്ങൾ, അതായത് നല്ല രീതിയിൽ എക്സ്പാൻഡബിൾ ആയിട്ടുള്ള രീതിയിലുള്ള സൊല്യൂഷൻസ് നമ്മളെ കയ്യിലുണ്ടോ ഇല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുക. ഓരോന്നും വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ ഞാൻ സജസ്റ്റ് ചെയ്യുള്ളൂ. എല്ലാം പിന്നെ ഒറ്റ സ്കെയിലിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറയില്ല. ബിക്കോസ് നമ്മൾ ഓൺ ദ ഗോയിലായിരിക്കും, വി നീഡ് എ ഡിഫറെൻറ്റ് സിസ്റ്റം. ചിലപ്പോൾ വേറെ സിസ്റ്റം ആയിരിക്കും വേണ്ടത്, അപ്പോൾ ആ സിസ്റ്റം അഡോപ്റ്റ് ചെയ്യുക. ചിലപ്പോൾ ആ സിസ്റ്റത്തിൽ തന്നെ ഡിഫറെൻറ്റ് വർക്ക് ഫ്ലോ ആയിരിക്കും നിങ്ങൾക്ക് വേണ്ടി വരാം. ബിക്കോസ് നിങ്ങളുടെ കമ്പനി ഈസ് വർക്കിംഗ് ഓൺ എ ഡിഫറെൻറ്റ് വർക്ക് ഫ്ലോ. അപ്പോൾ ആ വർക്ക് ഫ്ലോയ്ക്ക് വേണ്ടിയിട്ടുള്ള സിസ്റ്റം ആയിരിക്കും നമുക്ക് ഡെവലപ്പ് ചെയ്യേണ്ടത്. ഒരിക്കലും എല്ലായ്പ്പോഴും ഒരു പ്രൊഡക്റ്റ് CRM അല്ലെങ്കിൽ ERP എല്ലായ്പ്പോഴും 100% ഒരു ഓർഗനൈസേഷന് സ്യൂട്ട് ആവില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പ്രത്യേകിച്ച് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി ഒരു ഡൈനാമിക് ഇൻഡസ്ട്രിയാണ്. എല്ലാ ഓർഗനൈസേഷനിലും ഡിഫറെൻറ്റ് വർക്ക് ഫ്ലോ ആണ് ആയിരിക്കുക. അതിൻ്റെ സ്കെയിലും അതിൻ്റെ ഡെപ്തും ഓപ്പറേഷൻസൊക്കെ അനുസരിച്ച് ഡിഫറൻസ് ആയിരിക്കും. സോ ഐ വുഡ് സജസ്റ്റ് ഒരെണ്ണത്തിൽ സ്റ്റാർട്ട് ചെയ്യുക, എന്നിട്ട് മാക്സിമം അത് കസ്റ്റമൈസേഷനിലോട്ട് കൊണ്ടുവന്നിട്ട് നിങ്ങളുടെ ഓൺ സിസ്റ്റത്തിലോട്ട് ആ ഒരു സോഫ്റ്റ്വെയറിനെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. ഒരിക്കലും ഒരു സോഫ്റ്റ്വെയർ ബിൽഡ് ചെയ്ത് റെഡിമെയ്ഡ് മേടിച്ചിട്ട് നിങ്ങളുടെ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, വർക്ക് ഫ്ലോ ഉണ്ടല്ലോ, അതിലോട്ട് അഡാപ്റ്റ് ചെയ്യാവുന്ന രീതിയിൽ ആയിക്കഴിഞ്ഞാൽ അത് നമ്മുടെ മൊത്തം ഓർഗനൈസേഷൻ സ്ട്രക്ചറിനെ ബാധിക്കും. നേരെ തിരിച്ചാണ് എപ്പോഴും ചെയ്യേണ്ടത്. ഇത് എൻ്റെ 21ാമത്തെ വീഡിയോ ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കൺസ്ട്രക്ഷൻ റിലേറ്റഡ് വീഡിയോസ് നിങ്ങൾക്ക് കിട്ടാനായിട്ട്, അല്ലെങ്കിൽ ഈ ടിപ്സൊക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിന്, കൺസ്ട്രക്ഷൻ റിലേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു വെരി മച്ച് ഫോർ ഇത്രയും വീഡിയോസ് കണ്ടതിനും ഇത്രയും സബ്സ്ക്രൈബേഴ്സൊക്കെ ആക്കി തന്നതിനും താങ്ക് യു വെരി മച്ച്.